ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലീച്ചു ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി വന്നു. അപ്പോഴാണ് ഇന്നിപ്പോൾ വീട്ടിലെല്ലാവർക്കും പനിയാണ്. അപ്പോൾ നോൺ വെജ് ഒന്നും എടുത്തില്ല. പിന്നെ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ഐഡിയ. അതായത് വഴുതനങ്ങ കൊണ്ട് ഒരു ബിരിയാണി വെച്ചാലോ. അപ്പോൾ വഴുതനങ്ങ വാങ്ങിക്കാനൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ്, കണ്ടോ, വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ വഴുതനങ്ങ എടുത്തിട്ടാണ്. പിന്നെ അതുപോലെ വെള്ളം നിൽക്കണമെന്ന് വെച്ചെങ്കിൽ ടെറസിലാണല്ലോ, മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ വഴുതനങ്ങളൊക്കെ പൊട്ടിക്കട്ടാം. അപ്പോൾ ഇതാ ഞാൻ ഇത്ര വഴുതനങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചെടിയുണ്ട്. അപ്പോൾ ഇത്രയും വഴുതനങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ന് കുറച്ച് മുളകും കൂടി, 2-3 മുളക് എടുക്കുക. അതുകൊണ്ട് മഴ പെയ്തിട്ട് ഞാൻ ഇതെല്ലാം ടെറസിൽ വെച്ചുകൊണ്ടിട്ട് നമുക്ക് ഫ്രഷായിട്ട് തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റും. മുളകും നമ്മുടെ ആവശ്യത്തിനുള്ളത് ടെറസിന് മുകളിൽ വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ആനക്കാരത്തിൽ എന്താ ചേനക്കാര ഇപ്പോൾ വഴുതനങ്ങ ബിരിയാണി കണ്ടിട്ട് പൂക്കളാണല്ലോ കാണിക്കുന്നത്. ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ ഒരു ഭംഗി കാരണം ഒന്ന് കാണിച്ചെങ്കിൽ മാത്രമേ അപ്പോൾ ഇതാ വഴുതനങ്ങ ഇത്രയും നമുക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക്, പിന്നെ സവോള അതെല്ലാം കട്ട് ചെയ്യണം, തക്കാളി, പിന്നെ ഇഞ്ചി വേണം, ഇഞ്ചി എടുത്തിട്ടില്ല, ഇഞ്ചി എടുക്കാം, പിന്നെ ചെറുള്ളി, വെളുത്തുള്ളി, മല്ലിയില, കറിവേപ്പില. അപ്പോൾ ഞാൻ തക്കാളി അരിഞ്ഞ് വെച്ചു. സവോള 2 ടൈപ്പായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില ഇതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കത്തിരിക്ക ഉണ്ടല്ലോ, വഴുതനങ്ങ, ഇത് ഒന്ന് വെള്ളത്തിലോട്ട് മുറിക്കണം. ഇത് ഈ വഴുതനങ്ങ ഇങ്ങനെ എടുത്തിട്ട് 4 പാർട്സായിട്ട് മുറിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇതിൽ ഇതുണ്ട്, ഇവിടുത്തെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇടാം. അങ്ങനെയെല്ലാം മുറുക്കിയിടാം. നമ്മൾ കത്തിരിക്കെല്ലാം ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാനായിട്ട് മസാലകളുണ്ടാകും. പട്ട, ഗ്രാമ്പ്, നമ്മളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെല്ലാം. ഇനി നമ്മൾ ഇതിലിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ കുറച്ച് സവാള കട്ട് ചെയ്ത് അത്, അതുപോലെ കുറച്ച് തക്കാളി, പച്ചമുളക്, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി അരച്ച് വെച്ചിട്ട് ഈ പൊടിക്കാനുള്ള എല്ലാ മസാലയും കൂടെയും കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അതിൽ മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുക്കണം. ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള ഈ വഴുതനങ്ങ അതിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി, അതുപോലെ മുളക് പൊടി, ഞാൻ പാത്രത്തിലെടുത്ത് വെച്ച മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടത് തൈരായിരുന്നു. തൈരില്ല, അപ്പോൾ ഞാനൊരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.
മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ കൂട്ടി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ മിക്സിയിൽ അടിച്ച് അതും കൂടി ഇതിൽ ആഡ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ അരപ്പും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ തവിടെണ്ണയാണ് കേട്ടോ, ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, തവിടെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞു. അപ്പോൾ ഞാൻ തവിടെണ്ണ വെച്ചിട്ടുണ്ട്. ഇത് കൊളസ്ട്രോളൊന്നും ഇല്ല കേട്ടോ ഈ എണ്ണയിലും. ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലിടാം. ഒന്നുമില്ല, നമ്മുടെ പട്ടര ലീഫ് അങ്ങനെ കുറച്ച്. ഇത് പൊട്ടി തീർന്നപ്പോഴേക്കും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള വേവിച്ചിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറാവണ വരെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഒരുവിധം വാടി വന്നു തുടങ്ങിയത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി അതിലിട്ടോ, എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. 2 പച്ചമുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് പച്ചമുളക് ഇടാൻ ഇതാക്കി അത് നല്ലപോലെ അത് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില ഇടാം. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇട്ട് കൊടുക്കണം, നല്ലൊരു ഫ്ലേവറായിരിക്കും. പുതിനയില ഇട്ടിട്ട് നമുക്കൊന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ വഴുതനങ്ങയില്ലേ അത് ഇതിലിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും തൂവി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ഞാൻ അരി എടുത്ത് വെച്ചിരിക്കുന്ന കൈമയുടെ ബിരിയാണി അരിയാണ്. 3 ഗ്ലാസ് എടുത്തിരിക്കണേ. അപ്പോൾ നമ്മൾ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം, അത് കുക്കറിലല്ലല്ലോ, ഈ പാത്രത്തിലൊക്കെ വയ്ക്കുമ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അരി വെള്ളം വയ്ക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റായി വരുമ്പോൾ ഞാനപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഒഴിക്കും. അപ്പോൾ ഉപ്പിട്ടിട്ട് നമുക്കിനി 6 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് വയ്ക്കണം കേട്ടോ. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്, ഞാൻ അതൊന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു മുറി നാരങ്ങ ഉണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞ് വയ്ക്കാം കേട്ടോ. ഒരു കുരുക്കെ എടുത്ത് കളയണേ, എന്നിട്ട് പിഴിഞ്ഞ് വയ്ക്കണം. എന്നിട്ടൊന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാം. അപ്പോഴേക്കും അരി കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ അരി അതിലേക്കിടാം. അപ്പോൾ അതാ വെള്ളം നല്ല പോലെ വെട്ടി തിളക്കുന്നുണ്ട് കണ്ടോ. ഇനി നമുക്ക് കഴുകി വെച്ച അരിയിലേക്കിടാം. അപ്പോൾ അരി ഞാനിലിട്ടു, അരിയിലിട്ടുണ്ട്. നന്നായി ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നോക്കിയിട്ട് ഉപ്പ് അരിയും എന്താ വേണ്ട വെച്ചാൽ ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നെയ്യൊന്നും ചേർത്തുണ്ടായിരുന്നില്ലല്ലോ, ഇതിൽ പകുതി ഉണ്ടായിരുന്നത് അതിനത് മൊത്തം ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിൽ മൂടി വെച്ചിട്ട് മൂടാം കേട്ടോ. ഞാനിതിങ്ങനെ ഒരു കല്ലെടുത്തതിന് മുകളിൽ വെച്ച് തീ കുറച്ച് വെച്ചു. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തോട്ടെ, അടി പിടിക്കാതിരിക്കാനായിട്ട്. പിന്നെ മൂടി വയ്ക്കുക, സിമ്മിൽ ഇരുന്നോട്ടെ കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇതായിട്ടുണ്ട്. ഞാനിതൊന്നും കൂടി തുറന്നിട്ട് ഒന്ന് എന്താ പറയുക ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സിമ്മിൽ തന്നെ ഇരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ ഇതൊരു വാഴയില എടുത്ത് പൊട്ടിച്ചിട്ട് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ചു. കുഞ്ഞു വാഴത്തൈ ഉള്ളത്, കുഞ്ഞല്ലേ കിട്ടിയത് കണ്ടോ. വാഴ വെച്ചിട്ട് വീണ്ടും ഈ പാത്രം വെച്ച് അതിന് മുകളിൽ ഇത് വെച്ച് സിമ്മിൽ വെച്ചിട്ട് കേട്ടോ. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്തു. ഇനി അത് കുറച്ച് നേരം അങ്ങനെ തന്നെ
റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മളിതൊന്ന് എടുത്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ബിരിയാണിയൊക്കെ സെറ്റായോ എന്നുള്ളത്. നല്ല മണമുണ്ട് കേട്ടോ. കണ്ട, സൂപ്പറായിട്ടുണ്ട്. ഞാനതൊന്ന് ഇളക്കട്ടെ. ഇത് ഞാൻ ഇവിടെ നട്ട് വളർത്തുന്ന ശരി കേട്ടോ. എങ്ങനെയുണ്ട്? പോയി സൂപ്പറല്ലേ? ബിരിയാണിയൊക്കെ സൂപ്പറായിട്ടുണ്ട് ഗൈസ്. പക്ഷേ കറണ്ട് പോയി. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉമ്മറത്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഞാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്, കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് പറയാനായിട്ട്. എല്ലാം റെഡി ഉണ്ടോ? എങ്ങനെയുണ്ട്? എല്ലാം ഉണ്ട്, എല്ലാം കറക്റ്റ് അല്ലേ? അപ്പോൾ ഗൈസ് നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. ഇനി വേണമെങ്കിൽ അതിൽ ഇത്തിരി സലാസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് ചിക്കനും മട്ടനും ബീഫൊന്നും ഇല്ലാത്ത സമയത്ത് എങ്ങനെയും ബിരിയാണി ചെയ്യാം. അപ്പോൾ ഇഷ്ടമായില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.